ഈ മുഗൾ ഭരണാധികാരി ഔറംഗസേബിന്റെ സ്മാരകം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു സംഘടനകൾ നാഗ്പൂരിൽ ഒരു പ്രകടനം നടത്തിയിരുന്നു. അതിന് പിന്നാലെയായിരുന്നു വലിയ അക്രമം കണ്ടിട്ടുണ്ട്. ഇതിനെതിരെ ഇപ്പോൾ RSS രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതൊന്നുമല്ല, ഇത്തരം വിഷയങ്ങളിൽ ഇത്തരം സംഘർഷങ്ങളൊന്നും പാടില്ലെന്നും ഈ ഹിന്ദു സംഘടനകളുടെ തീരുമാനത്തിനെതിരെയും RSS രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തു തോന്നുന്നു? വളരെ പക്വമായിട്ടുള്ളൊരു നിലപാട്. RSSന്റെ അങ്ങനെ പറയാൻ കഴിയും. അങ്ങനൊരു സംഘടനയാണ്. വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതുപോലൊരു ചെന്നായല്ലത്, ഒരാടാണ്. സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സന്നദ്ധമായിട്ടുള്ള ഒരാട് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ പ്രസക്തമായിട്ടൊന്നാണ്. ഔറംഗസീബിന് പ്രതിമ വെച്ച് ആരാധിക്കേണ്ടവർ ആരാധിച്ചു കൊള്ളട്ടെ, വെറുപ്പിൻ്റെ കടകൾ തുറക്കുന്നവരത് തുറന്നോട്ടെ, വിഷത്തിൻ്റെ കടകൾ തുറക്കുന്നവരത് തുറന്നോട്ടെ, അതിനൊരു പ്രക്ഷോഭം നടത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഇതുപോലെ സമാനമായിട്ടുള്ള പ്രസ്താവന മോഹൻ ഭാഗവത് നടത്തിയിരുന്നു. സർ സംഘചാലക്. ഇത്തരം സംഘർഷങ്ങൾ സമൂഹത്തിൽ ദോഷം ചെയ്യുമെന്നാണ് RSS. അതെ, സമൂഹത്തിന് ദോഷമല്ല, ദേശത്തിന് ദ്രോഹം ചെയ്യും. വിഭജന മനസ്ഥിതി ഉണ്ടാവും, ജനങ്ങൾ തമ്മിൽ മനസ്സുകൊണ്ട് വിഭജിക്കപ്പെടും. ഇതൊക്കെ ഇതിൻ്റെ ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങളാണ്. അങ്ങനെയല്ല ഒരു രാഷ്ട്രം ഐക്യത്തോടെ അഖണ്ഡതയോടും കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്താവുന്നേ ഉള്ളൂ. അതിന് ശ്രമങ്ങൾ ഉണ്ടാവും. അത് ദീർഘകാല അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതാണ് RSSന്റെ നിലപാട് തന്നെ. പിന്നെ നേരത്തെയും സർസംഘചാലകമായിട്ടുള്ള മോഹൻ ഭാഗവത് പറഞ്ഞിരുന്നു, ഓരോ ക്ഷേത്രങ്ങളുടെയും സർവേ നടക്കുമ്പോൾ അതിനുവേണ്ടി പ്രക്ഷോഭം ഉയരുമ്പോഴൊക്കെ എല്ലാ ക്ഷേത്രത്തിനടിയിലും ഈ ശിവലിംഗങ്ങൾ കാണും എന്ന് വിചാരിച്ച് ഓരോ ക്ഷേത്രത്തിനും അടിയിലും ലിംഗങ്ങൾ ഉണ്ടോ എന്ന് നോക്കണ്ട എന്ന് അങ്ങനെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായിട്ട് ഉണ്ട്. കാരണം അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്ന ഇന്ത്യയുടെ ദേശാഭിമാനത്തിൻ്റെ പ്രതീകമായിട്ടുള്ള, ദേശീയ സ്വത്വത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ശ്രീരാമക്ഷേത്രം അത് നിർമ്മാണം പൂർത്തിയാക്കി സമവായത്തിലൂടെ. അതിനെതിരെ പലതും പറയുന്നുണ്ടെങ്കിലും സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കിയ ഒന്നാണത്. അത് ദഹിക്കാത്ത പലരുമുണ്ട്. ദേശവിരുദ്ധരായിട്ടുള്ള മനോഭാവം അവരോരോരുത്തരുടെയും മനോനിലയാണ്. അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ, മദ്രസ വിദ്യാഭ്യാസമല്ല, ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ ദീർഘകാലാടിസ്ഥാനത്തിൽ മാറ്റപ്പെടേണ്ടതാണത്. ചരിത്ര സത്യങ്ങൾ പഠിപ്പിച്ചാൽ മതി. ഇത്തരം എന്ത് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായാലും RSSന്റെ തലയിൽ വയ്ക്കുക എന്നതാണ് മാധ്യമങ്ങളുടെ ഒരു കടമയായി നാം കേരളത്തിൽ ഉൾപ്പെടെ കാണുന്നത്. എന്തായാലും പക്ഷേ ഇങ്ങനെ ഔറംഗസേബുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ ഒരു തീരുമാനമാണല്ലോ. കൃത്യമായ തീരുമാനം. നേരത്തെ ഓരോ ക്ഷേത്രത്തിൻ്റെയും മുമ്പിൽ ലിംഗം തിരയാൻ പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രാധാന്യം ഒരു മാധ്യമവും കൊടുത്തില്ല. അദ്ദേഹത്തിന് എപ്പോഴും വർഗശത്രുവായിട്ടും അതുപോലെ തന്നെ വർഗീയവാദിയായിട്ടും ഒക്കെയാണ്. ഇതിപ്പോൾ നോക്കൂ, ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സർസംഘചാലക് മോഹൻ ഭാഗവത് അല്ല, പറഞ്ഞിരിക്കുന്നത് സുനിൽ അംബേദ്കർ എന്നയാളാണ്. നോക്കൂ, സാധാരണഗതിയിൽ RSSക്കാർ ജാതി പേര് വയ്ക്കാറില്ല. അങ്ങനെയാണ് മിക്കവരും. അങ്ങനെ തന്നെ ജാതി ഇല്ല, മതം മാത്രമേ ഉള്ളൂ. ഹിന്ദു മതം ഒരു സംസ്കാരം മാത്രമേ, അതിനപ്പുറം ഒരു സംസ്കാരം മാത്രമേ ഉള്ളൂ. ഹിന്ദു സംസ്കാരം എന്ന് വിശ്വസിക്കുന്നവരാണ്. ജാതി എന്നൊന്നും പറയുന്നത് ഉപനിഷത്തോ വേദങ്ങളോ അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. ജാതി വിഭജനം എന്ന് പറയുന്നത് തൊഴിൽ വിഭജനമാണത് അംഗീകരിക്കുന്നത്. പലവട്ടം പറഞ്ഞു കഴിഞ്ഞാലും ഇത് പലർക്കും മനസ്സിലാവുന്നുണ്ട്, എങ്കിലും മനസ്സിലായില്ലെന്ന് നടിക്കുക. ഇവിടെ ഇപ്പോൾ നോക്കൂ, അംബേദ്കർ, ഇത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആൾ തന്നെയാണ് സുനിൽ അംബേദ്കർ എന്ന് പറയുന്നത്. നോക്കൂ, പിന്നാക്കക്കാരായിട്ടുള്ള ദളിത വിഭാഗക്കാരായിട്ടുള്ള ധാരാളം പേര് കേഡറായിട്ടുള്ള ഒരു സംഘടനയാണ് RSS. അങ്ങനെ ഒരു സംഘടനയാണ്. അല്ലാതെ ഇവരൊക്കെ പറഞ്ഞ എല്ലാവരെയും പറ്റിക്കുന്നത് പോലെ സവർണ വർഗ ഫാസിസത്തിൻ്റെ അടയാളമാണ്, മനുസ്മൃതിയുടെ അടയാളമാണ്. അല്ല, സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒന്നാണ് RSS. പാകിസ്ഥാനെ പോലുള്ള രാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ ദേശീയതയ്ക്കെതിരായിട്ട് ആക്രമണം നടത്തുമ്പോൾ കഠിനമായ ഭാഷയിൽ അവർ അപലപിക്കാറുണ്ട്. പക്ഷേ ഇന്ത്യൻ ദേശീയ മുസ്ലിങ്ങളെ അവരെന്നും പിന്തുണച്ചിട്ടേ ഉള്ളൂ. APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള ദേശത്തോട് കൂറുള്ള സ്നേഹമുള്ള മുസ്ലിങ്ങളെ അവർ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ അവർക്ക് മുസ്ലിം മഞ്ച് എന്നൊരു മഞ്ച് തന്നെയുണ്ട്. മുസ്ലിങ്ങളെ വെറുക്കുന്ന ഒരു സംഘടനയാണെന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ടെങ്കിലും ഇതൊന്നും കണ്ടില്ലെന്ന് അടിച്ച് ഇത് മുസ്ലിം വിരുദ്ധമാണ്, മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കാൻ, അങ്ങനെയല്ല. ഒരു സംസ്കാരം, ആ സംസ്കാരം നൂറ്റാണ്ടുകളെ, സഹസ്രാബ്ദങ്ങളെ അതിജീവിച്ചു കൊണ്ട് നിൽക്കുന്നു. അതിനോടൊപ്പം ഉണ്ടായിരുന്ന മെസോപ്പൊട്ടേമിയൻ, അതുപോലെ തന്നെ മാസിഡോണിയൻ ഒക്കെ, ഗ്രീക്ക്, റോമൻ ഒക്കെ സംസ്കാരങ്ങൾ തകർന്നടിഞ്ഞ് ഇന്ത്യയിലെ സ്ഥലത്ത് ഈ ഒരു സംസ്കാരം നിലനിർത്താനുള്ള ഒരു അഭ്യാസമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ പുരോഗമന പ്രസ്ഥാനങ്ങളെന്ന് അവകാശപ്പെടുന്നവർ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ RSS പറയാറുണ്ടല്ലോ. അവർ പല തവണ ആരോപണ വിധേയമായ സംഭവമാണ് ബീഫുമായി ബന്ധപ്പെട്ട് പലരെയും തല്ലിക്കൊല്ലുന്നു എന്ന രീതിയിലുള്ള സംഭവങ്ങൾ. പക്ഷെ അതിനെതിരെ പറഞ്ഞു
RSS പറയുന്നു. അതോടൊപ്പം തന്നെ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശിവലിംഗവുമായി ബന്ധപ്പെട്ട എല്ലാ പള്ളികളിലും തിരയിണ്ട എന്നൊരു പ്രസ്താവന, ഇപ്പോൾ ഔറംഗസേബുമായി ബന്ധപ്പെട്ടും ഒരു പ്രസ്താവന. ഈ RSS എപ്പോഴും ലക്ഷ്യമിടുന്നത് ഇന്ത്യയിലെ സമാധാനം, ഐക്യം, സൗഹാർദ്ദം, മതസൗഹാർദ്ദം ഇതൊക്കെയാണ് ലക്ഷ്യമിടുന്നത്. RSS ആ തരത്തിൽ വളരെ നല്ല ഒരു നിലപാടെടുക്കുന്ന ഒരു സംഘടനയാണ്. അല്ല, ഈ RSSൽ തന്നെ ഒരു പക്ഷേ ഇതിൻ്റെ നിലപാട് ശരിക്കും അറിയാതെ താഴേക്കിടയിലുള്ളവർ ചില അപഭ്രംശങ്ങളിൽ പെട്ടിട്ടുണ്ടാവാം. ജീർണത അതെല്ലാം തിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. നോക്കൂ, കേരളത്തിൽ RSS കേഡറുകൾ ഇല്ലാഞ്ഞിട്ടല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനമാണ്. ഒരക്രമവും പിണറായി വിജയൻ അവരുടെ ശത്രുവാണ്. ഒരുപാട് അവരെ പീഡിപ്പിച്ചിട്ടുള്ള CPM കേഡറുകളുടെ പാർട്ടിയായിട്ടുള്ള CPMൻ്റെ നേതാവായിട്ടുള്ള പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. എന്തെങ്കിലും അക്രമങ്ങളിൽ അവരേർപ്പെട്ടിട്ടായി കാണാൻ കഴിയും. അവരോട് വളരെ ക്രൂരമായിട്ടുള്ള വിധത്തിൽ അവരുടെ ആൾക്കാരെ ബലിദാനികളായിട്ടും സമാധാനം പുലർത്തുകയാണ് ചെയ്തത്. ഇത് RSSകാരുടെ പേടി കൊണ്ടാണെന്ന് പറയാൻ കഴിയും. അങ്ങനെ വിശ്വസിക്കുന്നവർ അങ്ങനെ വിശ്വസിച്ചു, പേടി കൊണ്ടല്ല. ഇന്ത്യ മുഴുവൻ സമാധാനം നിലനിൽക്കണമെന്നുള്ള അവരുടെ ആഗ്രഹം കൊണ്ടാണ്. ഇതിനെയൊക്കെ നേരിടാനുള്ള ശക്തിയും കരുത്തും ഇല്ലാത്ത അല്ലെങ്കിൽ ആൾബലമില്ലാത്ത സംഘടനയൊന്നും അല്ല. ആരുടെ ലക്ഷ്യമാണ് ഇത്? ആർക്കാണ് ആവശ്യം? RSSനെ എപ്പോഴും ഒരു വർഗീയ സംഘടനയായി സമൂഹത്തിൽ മാറ്റി നിർത്തണമെന്ന ലക്ഷ്യം ആർക്കാണ്? പ്രീണനം നടത്തുന്നവരെ. കാരണം RSS എന്ന് പറയുന്നത് സംഘടന അവനെ സൂക്ഷിച്ചു എന്ന് പറയാൻ പണ്ട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു കോഴി ഇങ്ങനെ നടന്നു പോയപ്പോൾ അതിൻ്റെ തലയിലോട്ടൊരു കശുവണ്ടി വീണു. അപ്പോൾ വിചാരിച്ച് ആകാശത്തിൻ്റെ ഒരു കോൺ ഇടിഞ്ഞു വീഴുകയാണെന്ന് പേടിച്ചു. ആ കോഴി കുഞ്ഞായിരുന്നു. അപ്പോൾ വലിയ കോഴികളോടൊക്കെ ചെന്നു. കോഴികളെല്ലാം കൂട്ടമായിട്ട് ആകാശം ഇടിഞ്ഞു വീഴുന്നു, നമുക്ക് എവിടെങ്കിലും പോയി രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് പോയ വഴിക്ക് ഒരു കുറുക്കൻ കണ്ടു. കുറുക്കൻ കണ്ടിട്ട് പറഞ്ഞു, ഓ, ആകാശം ഇടിഞ്ഞു വീഴുകയാണോ, വരൂ എൻ്റെ മാളത്തിലാവുമ്പോൾ ആകാശം ഇടിഞ്ഞു വീഴാണ്ട് ഒന്നും പറ്റില്ല, വരൂ എന്ന് പറഞ്ഞ് മാളത്തിൽ കൊണ്ടുപോയിട്ട് ഓരോരോ കോഴികളായിട്ട് ഓരോരോ ദിവസം ചാപ്പിട്ടു എന്ന് പറയുന്ന പോലെ കുതന്ത്രമാണ്. ഇത് ചെന്നായാണ്, ഇതിന് രക്ഷപ്പെടണമെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിൽ ചേർന്നു, ഞങ്ങളുടെ ചിറകൊണ്ട് ഒതുങ്ങിക്കുകയോ എന്ന് പറഞ്ഞ് അവരെ കൊല്ലുകയാണ്. ദിനം അവരുടെ വോട്ട് ബാങ്കിന് വേണ്ടി അവരെ കൊന്ന് നശിപ്പിക്കുന്ന ചില കാപാലിക രാഷ്ട്രീയക്കാരുണ്ട്. അവരുടെ വാദമാണ് ഈ RSS, അവരുടെ ആവശ്യമാണ് ഈ RSSനെ ഇങ്ങനെ ഒരു ഹിന്ദു സംഘടനയായിട്ട് അല്ലെങ്കിൽ സംസ്കാരത്തിന് അതീതമായി വർഗീയ സംഘടനയായിട്ട് കാണണമെന്നുള്ള താല്പര്യം. അവരാണ് മഹാത്മാഗാന്ധിയെ കൊന്നത് എന്നൊക്കെ പറഞ്ഞ് ഉള്ള അസത്യങ്ങൾ പുലമ്പുന്ന സത്യാനന്തര കാലഘട്ടത്തിൻ്റെ ശബ്ദങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. ഇപ്പം മോഹൻ ഭാഗവത് പറയുന്ന സത്യത്തിൻ്റെ ശബ്ദങ്ങൾ, സമാധാനത്തിൻ്റെ ശബ്ദങ്ങൾ, ഒരുപക്ഷെ മഹാത്മാഗാന്ധി പോലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഉൾക്കൊള്ളാൻ വലിയ പ്രയാസം കാണും. കാരണം ഇതിന് ഞാനിപ്പോൾ പറയുന്നതിനെ വളരെ പുച്ഛിച്ചും ഞാൻ തന്നെ ഒരു ചാണക സംഖ്യയിൽപ്പെട്ട ആളാണെന്നും ഒക്കെ പറയാൻ ആൾക്കാർ കാണും. പക്ഷേ എനിക്ക് ബോധ്യമായ സത്യങ്ങൾ മനസാക്ഷിയുടെ വെളിച്ചത്തിലാണ് പറയും. ഇനി ഔറംഗസീബിനെ കുറിച്ച് ഒരു വാക്കു പറയാതെ ഇത് പൂർണ്ണമാവില്ല. സ്വന്തം സഹോദരങ്ങളെ കൊന്ന, അതിൽ ധാരാ ഷുക്കൂർ എന്ന് പറയുന്ന ആളുണ്ട്. ധാരാ ഷുക്കൂർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ രാമായണം, മഹാഭാഗവതം, ഉപനിഷത്തുകൾ ഇതൊക്കെ പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരുന്ന ആൾ. ആ പരിഭാഷ പൂർത്തിയാക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിനെ കൊന്നു ഔറംഗസീബ്. എന്തിനു വേണ്ടി? ഡൽഹി സിംഹാസനത്തിന് വേണ്ടി. അത്തരം ഒരു മനുഷ്യനാണ്. അച്ഛനെയും അമ്മയെയും, അച്ഛനെ സഹോദരിയെയും, ഷഹനാര എന്ന് പറയുന്ന സഹോദരിയെയും തടവിൽ പാർപ്പിച്ചു. അവസാന കാലത്ത് അധികാരം സംരക്ഷിക്കാൻ വേണ്ടി വീരശിവജിയെ ചതിയിൽ കൂടി കൊല്ലാൻ വേണ്ടി നോക്കി. പാട്ട് നിരോധിച്ചു, സംഗീതം നിരോധിച്ചു, ഹിന്ദുക്കളെ മതം മാറ്റാൻ വേണ്ടി സുന്നത്ത് ചെയ്യിപ്പിച്ചു, ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു, ക്ഷേത്രങ്ങൾക്ക് മുകളിലെല്ലാം അദ്ദേഹം പള്ളികൾ പണിയിച്ചു, എത്രയോ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് ക്ഷേത്രത്തിൻ്റെ ഒരവശിഷ്ടം നിർത്തും. ആ അവശിഷ്ടം എന്തിനാണെന്നറിയോ? അവിടോട്ട് പോകുന്നവർക്ക് ഹിന്ദു ക്ഷേത്രത്തെ അപമതിച്ചുകൊണ്ട് ചവിട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി. അത്രയധികം വർഗവെറി, കൊലവെറി നടത്തിയ, വർഗീയ വിഷം കലർത്തിയ, ഇതുവരെ ഒരിക്കലും അതിനുശേഷമോ ഒരിക്കലും കലർത്താത്ത പോലെ വർഗീയ വിദ്വേഷം കലർത്തിയ ദുഷ്ടനായിട്ടുള്ള ഒരു ചക്രവർത്തിയാണ് ഔറംഗസീബ്. മനുഷ്യ വംശത്തിന് തന്നെ അപമാനമായിട്ടുള്ള, മാനവികതയുടെ ശത്രുവായിട്ടുള്ള, മനുഷ്യാവകാശങ്ങളുടെ ധ്വംസകനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. വെച്ച് ആരോധിച്ചു കൊള്ളട്ടെ, ആ മനോഭാവമുള്ളവർക്ക് അങ്ങനെയും ആകാമല്ലോ, അത് ഒരു തെറ്റുമില്ല. അവരുടെ സംസ്കാരം കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേരാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ, നമുക്കെന്താ അതൊരു പ്രശ്നം? ഈ ഔറംഗസീബ് ആരാണെന്നുള്ളത് ലോകത്തിന് നന്നായിട്ടറിയാം, അനുഭവിച്ചവർക്ക് അറിയാം. നല്ല അക്ബറെ പോലെ, ജഹാംഗീറിനെ പോലെ,
ഷാജഹാനെ പോലെ നല്ല ചക്രവർത്തിമാർ, അത് ധാരാ ഷുക്കൂറിനെ പോലെ ഉള്ള രാജകുമാരന്മാർ ഒക്കെ ഉണ്ടായിരുന്ന ഒരു വംശത്തിൽ നിന്നാണ് ഇതുപോലൊരു വൃക്ഷം ഉണ്ടായത്. അത് ചന്ദനം പൂക്കുന്ന ഗംഗതൻ കരയിൽ കാഞ്ഞിരമരവും പൂക്കുമെന്ന് പറയുന്ന പോലെ ഉണ്ടായ ഒരു വിഷവിത്താണ്. ആ കാഞ്ഞിരമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതിൻ്റെ കാഞ്ഞിരക്കുരു കരിച്ചുകൊള്ളൂ, ഒരു കുഴപ്പവുമില്ല. നിങ്ങൾക്ക് അതിനേക്കാൾ വിഷമുള്ളതുകൊണ്ട് കാഞ്ഞിരക്കുരു നിങ്ങളിൽ യേശു. അല്ല, ഇത്രയും ക്രൂര കൃത്യം ചെയ്ത ആൾക്ക് ഇപ്പോഴും അയാളെ ആരാധിക്കാൻ ഇന്ത്യയിൽ ആളുണ്ടല്ലോ. അതെ, ആരാധിക്കാൻ. അത് മോദി, അതൊരു മനോദനയാണ്. മോദിക്കെതിരെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആയുധമെന്നാണ് കരുതുന്നത്. പക്ഷേ ഇവർ സ്വയം അപഹാസ്യരാവുകയും ഇവരുടെ തന്നെ ശത്രുക്കളാവുകയും ചെയ്യുക. ദേ ആർ എക്സ്പോസ്ഡ് എന്നുള്ളതാണ്. അങ്ങനെ ആരാധിക്കുന്ന വഴി ദേ ആർ എക്സ്പോസ്ഡ് എന്നാണ്. നിങ്ങൾക്കാകുമല്ലോ മാവോസോയെ തൂങ്ങിനെ ആരാധിക്കാം, കോടിക്കണക്കിന് ആൾക്കാരെ കൊന്നിട്ടുള്ള പോൾ പോട്ടിനെ, ഹിറ്റ്ലറെ ആരാധിക്കുന്നവരുണ്ടല്ലോ. പിന്നെന്താ, ഹിറ്റ്ലറെ, ഈദി അമീനെ ആരാധിക്കുന്നവരുണ്ടാവാം. അങ്ങനെ ചില അപഭ്രംശങ്ങൾ സംഭവിച്ച മനസ്സുള്ളവർ അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്നുണ്ടല്ലോ, ചെയ്തുകൊണ്ടല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.